ആ യോദ്ധാവ് നെയ്തിരിയാണ്. തീ പോലുള്ള കണ്ണുകളുള്ള ഒരു നാവി വേട്ടക്കാരി. അവൾ ജെയ്ക്കിന് നേരെ വില്ല് ചൂണ്ടി. പക്ഷേ എന്തോ ഒന്ന് അവളെ തടയുന്നു. മഹാനായ വനാത്മാവായ ഐവയിൽ നിന്നുള്ള ഒരു സൂചനയാണ്. അവൾ അവനെ ഒഴിവാക്കി പ്രകാശത്താൽ സജീവമായ ഒരു ലോകത്തിലൂടെ അവനെ നയിച്ചു. ഭൂമിയുടെ ഞരമ്പുകൾ പോലെ സ്പന്ദിക്കുന്ന മരങ്ങൾ, നിശബ്ദമായി പാടുന്ന സസ്യങ്ങൾ. ഒടുവിൽ അവർ ഒമാറ്റിക്കായ വംശത്തിന്റെ ഹൃദയമായ ഹോം ട്രീയിലെത്തുന്നു. അതൊരു പർവ്വതം പോലെ ഉയർന്നു നിൽക്കുന്നു. വേരുകൾ ഭീമാകാരന്മാരുടെ കൈകൾ പോലെ വളയുന്നു. നാവികൾ ജെയ്ക്കിന് ചുറ്റിപ്പറ്റി. മൂർച്ചയുള്ള ശബ്ദങ്ങൾ, ആയുധങ്ങൾ തയ്യാറായി. അവനെ കൊല്ലുക അവർ ആവശ്യപ്പെടുന്നു. എന്നാൽ നെയ്തിരിയുടെ അമ്മ, മോവാട്വം വംശത്തിന്റെ ആത്മീയ നേതാവിന് ജെയ്ക്കിൽ എന്തോ അനുഭവപ്പെട്ടു. അവൾ അവന്റെ നെഞ്ചിൽ സ്പർശിച്ചു. അവൻ അവിടെ തന്നെ തുടരുന്നു. അവൻ പഠിക്കുന്നു എന്ന് പറഞ്ഞു. ജെയ്ക്ക് ഒരു പുതിയ ജീവിതം ആരംഭിച്ചു. നെയ്തിരി അവനെ കുതിരപ്പുറത്ത് കയറാനും വേട്ടയാടാനും കേൾക്കാനും പണ്ടോറയുടെ സ്പന്ദനം അനുഭവിക്കാനും പഠിപ്പിക്കുന്നു. പക്ഷേ അവന്റെ ഹൃദയത്തിനു മുകളിൽ ഒരു നിഴലുണ്ട്. എല്ലാ രാത്രിയിലും ജെയ്ക്ക് തന്റെ മനുഷ്യശരീരത്തിൽ ഉണർന്ന് ശത്രുവിന് രഹസ്യങ്ങളയക്കുന്നു. ഈ രണ്ട് ജീവിതം എത്ര നാൾക്ക് മുമ്പ്? എല്ലാം കീറിമുറിക്കും. ഭാഗം 6 കാണൂ.